നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വിധിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ അതുപോലെ തന്നെ PSCയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ തൊഴിൽ വിധിക്കകത്ത് കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് മൂല്യനിർണ്ണയത്തിൽ അപാകത LD ക്ലർക്കിൻ്റെ കന്നഡ മലയാളം ലിസ്റ്റിലും അഴിച്ചുപണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് LD ക്ലർക്കിൻ്റെ തമിഴ് മലയാളം ലിസ്റ്റിലും ഇതുപോലെ മൂല്യനിർണ്ണയത്തിൽ അപാകത വരുത്തിക്കൊണ്ട് ഈ ഒരു തമിഴ് മലയാളം ലിസ്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പുനഃക്രമീകരണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ LD ക്ലർക്കിൻ്റെ കന്നഡ മലയാളം ലിസ്റ്റിലും നിലവിലിപ്പോൾ അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 98 പേര് സാധ്യതാ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലിസ്റ്റും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പുനഃക്രമീകരിക്കുന്നു, അല്ലെങ്കിൽ അതിലും അപാകത എന്ന് പറഞ്ഞിട്ട് ഒന്നേന്ന് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരീക്ഷ വന്നാൽ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വരെ കാര്യക്ഷമമായി പോവാതെ അതിനകത്തും അപാകത വരുത്തിക്കൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, പിന്നെയും ഇതുപോലെ ലിസ്റ്റിൽ അഴിച്ചുപണികളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുമെന്ന് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ടി വരും. അതുപോലെ തന്നെ ജൂണിൽ 313 പരീക്ഷകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജൂണിൻ്റെ പരീക്ഷ ടൈംടേബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂണിൽ എന്തായാലും നമ്മുടെ സിവിൽ പോലീസും നമ്മുടെ വിമൻ സിവിൽ പോലീസിൻ്റെ ഒന്നും പരീക്ഷയില്ല. ഒരുപാട് നമ്മുടെ ടീച്ചർ പരീക്ഷകൾ, ഓവർസിയർ, ഡ്രാഫ്റ്റ് മാൻ, അങ്ങനെയുള്ള പരീക്ഷകളും പിന്നെ ഡിഗ്രിയുടെ മെയിൻസ് പരീക്ഷകളും നമ്മുടെ ഈ ഒരു മാസത്തിനകത്ത് നടത്താനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ അർഹതാ ലിസ്റ്റിൽ 48,343 പേരെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസറിൻ്റെ അർഹതാ ലിസ്റ്റിൽ 888 പേര് വരുന്നുണ്ട്. ICDS സൂപ്പർവൈസറിൻ്റെ പ്രിലിമിനറി ലിസ്റ്റിലെ പരീക്ഷ എഴുതി എല്ലാവരും ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. ഹൗസിംഗ് ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവേയറിൻ്റെ സാധ്യതാ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. PSCയുടെ നിയമന ശുപാർശകൾ ഇനി ഡിജിറ്റലൈസ് ആകുമെന്ന് പറയുന്നുണ്ട്. നേരിട്ട് അയച്ചു കൊടുക്കുന്ന രീതി തുടരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. വിവിധ തസ്തികകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന നിയമന ശുപാർശകൾ ഡിജിറ്റൽ ലോക്കറോടുകൂടി ലഭ്യമാക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 1 മുതൽ ഇത് നടപ്പിലാക്കും. PSC സ്വന്തമായി തയ്യാറാക്കിയ റൊട്ടേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിയമന ശുപാർശ തയ്യാറാക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. പ്രധാന തസ്തികകളിലെല്ലാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും നിയമന ശുപാർശകൾ തയ്യാറാക്കാനായിട്ട് പോവുക. റൊട്ടേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന തസ്തികകളുടെ നിയമന ശുപാർശയാണ് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ ലോക്കറിൽ ലഭ്യമാവുക. ഭാവിയിൽ നിയമന പരിശോധന സുഗമമാക്കാൻ ഇത് സഹായിക്കും. ആധാറുമായി പ്രൊഫൈൽ ലിങ്ക് ചെയ്തവർക്ക് മാത്രമേ ഈ സേവനം ലഭ്യമാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ലോകം വരുന്നതോടുകൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റലായിട്ട് മാറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്പെക്ടറിൻ്റെ നിയമന ശുപാർശ 256 പേർക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ സ്കൂൾ ടീച്ചറിൻ്റെ ഇംഗ്ലീഷ് ജൂനിയറിൻ്റെ ഇതിൽ ഒടുവിൽ 66 പേര് പുറത്താകുന്നുണ്ട്. ഒപ്പം വന്ന് അതുപോലെ തന്നെ 344 പേരുള്ള പുതിയ ഷോർട്ട് ലിസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ളവരെ നിലവിൽ അപ്പോയിൻമെൻറ്റ് ലഭിച്ച 66 പേരെയാണ് ഇപ്പോൾ പുറത്താക്കുന്നത്. അവരെ വേറെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളുകളിലേക്ക് കയറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അതാണ് നിങ്ങൾക്ക് ഈ ഒരു വാർത്തയ്ക്കകത്ത് കാണാനായിട്ട് കഴിയുന്നത്. സർക്കാർ ജോലിക്കും സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് 110 പേര് പെരുവഴിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വാർത്ത. അപ്പോൾ ഇത് നമ്മുടെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർമാർക്കാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. കണ്ടോ, പുറത്തായവർ മാർച്ച് 31 ശേഷം വരുന്ന റെഗുലർ ഒഴിവുകളിൽ പുനർനിയമനം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വരുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയായിട്ട് തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതുപോലെ തന്നെ PSC നടപടിക്രമങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരിധിയിലല്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. PSCയുടെ നടപടിക്രമങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാര പരിധിയിൽ വരില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. PSCയുടെ ഒന്നിലേറെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഒഴിവാക്കേണ്ട ലിസ്റ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രൊഫൈൽ വഴി അപേക്ഷ നൽകിയാൽ അത് പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്ന കമ്മീഷൻ ഉത്തരവിനെതിരെ PSC നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മണികുമാർ ജസ്റ്റിസ് ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഈ ഒരു കാര്യം പറയുന്നത്. നിലവിൽ റാങ്ക്
ലിസ്റ്റിലെ ക്ലെയിം ഉപേക്ഷിക്കാൻ സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. അപേക്ഷകരുടെ അവസരവും സമയവും ഇതുമൂലം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പാലക്കാട്ടെ ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിൽ 2020 ഫെബ്രുവരി 11 മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. PSCയുടെ നടപടിക്രമങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന്റെ പരിധിയിലല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ LD ക്ലർക്കിന്റെ തിരുവനന്തപുരത്ത് 45 പേർക്ക് കൂടി നിയമനം വന്നിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് കോട്ടയത്ത് 17 പേർക്ക് കൂടി പുതുതായിട്ട് നിയമനം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിൽ 7 പേർക്ക് കൂടി നിയമനം പോയിട്ടുണ്ട്. LDക്ക് നമ്മുടെ ബിവറേജ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് 25,000 പേരാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ പുതിയ 54 ഒഴിവുകൾ ഏത് ലിസ്റ്റിൽ നിന്ന് നിർത്തുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ KASന്റെ 54 ഒഴിവുകൾ പ്രൊവിഷണലായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഫെബ്രുവരി 23 ഈ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ഒക്ടോബർ 7 റദ്ദാക്കിയിട്ടുണ്ട്. പ്രൊവിഷണൽ ഒഴിവുകളിലെങ്കിലും ലിസ്റ്റിന്റെ കാലാവധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ബന്ധപ്പെട്ട ലിസ്റ്റിൽ നിന്ന് പുനർനിയമനം ശുപാർശ നടത്തുകയുള്ളൂ എന്നാണ് PSCയുടെ വ്യവസ്ഥ. കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രൊവിഷണലായെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ കാലാവധി അവസാനിച്ച ശേഷവും ബന്ധപ്പെട്ട ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ചെയ്യാനായിട്ട് കഴിയും. KASന്റെ 54 ഒഴിവുകൾ മുൻ ലിസ്റ്റിലെ കാലാവധിക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവായതാണ്. സർക്കാരിന്റെ ഉദാസീനത കാരണമാണ് ഒഴിവുകൾ റിപ്പോർട്ട് വൈകിയത്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അന്തിമ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. എന്തായാലും 54 ഒഴിവുകൾ നമ്മുടെ KASൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ പരീക്ഷ നടത്തുമോ അതല്ലെങ്കിൽ പഴയ പരീക്ഷയിൽ നിന്ന് ആൾക്കാർ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുപോലെ തന്നെ 3 10th ലെവലിന്റെ മെയിൻസ് പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ട്. മെയ് 11 നടത്താനിരുന്ന പട്ടിക വികസന വകുപ്പിലേക്കുള്ള മെയിൽ വാർഡൻ, അതുപോലെ തന്നെ 17 നടത്താനിരുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള മെക്കാനിക്കൽ ഗ്രേഡ് 2, അതുപോലെ തന്നെ ഒരു പരീക്ഷയും കൂടി നിലവിലിപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. നമ്മുടെ സൈനിക ക്ഷേമ വകുപ്പിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് എന്നീ പരീക്ഷകൾ നമ്മുടെ PSC റദ്ദാക്കിയിട്ടുണ്ട്. +2 ലെവൽ മെയിൻസ് പരീക്ഷയുടെ സമയത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. മെയ് 23 നടത്താനിരുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ NCA പരീക്ഷ, അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ LD ക്ലർക്ക്, അങ്ങനെയുള്ളവരുടെയൊക്കെ പരീക്ഷ 10 മുതൽ 12 വരെ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, LD ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികയുടെ പരീക്ഷാ സമയം രാവിലെ 9 മുതൽ 11:30 വരെ, അതുപോലെ തന്നെ 11:15 മുതൽ 1:15 വരെ ബാച്ച് 2 എന്നിങ്ങനെ രീതിയിലാണ് നമ്മുടെ +2 ലെവൽ മെയിൻസിൻ്റെ പരീക്ഷകളിൽ സമയവ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും നിങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അത്യാവശ്യമുള്ളവർ ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 2 തസ്തികകളിലേക്ക് സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. ശാരീരിക അളവെടുപ്പുകൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്കുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പിലേക്കുള്ള കായികക്ഷമതാ വകുപ്പ് അല്ലെങ്കിൽ ശാരീരിക അളവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് വലിയ PSC അപ്ഡേറ്റുകളൊന്നും ഇതിനകത്ത് പറയാനായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വാർത്തയ്ക്കകത്തൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ പുതിയ PSC ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.